ഫ്രണ്ട്സ്, നമ്മൾ ഈ കളിച്ചും ചിരിച്ചും ഡാൻസും കളിച്ച് തുള്ളിച്ചാടി പോകുന്ന എങ്ങോട്ടേക്കാന്നറിയോ? കോഴിക്കോട് കുറ്റ്യാടി മണിമലയിലെ ഇന്ത്യയിൽ തന്നെ ലാർജസ്റ്റ് പ്ലേ പാർക്കായ ആക്റ്റീവ് പ്ലാനറ്റിലേക്കാട്ടാ നമ്മൾ കറക്റ്റ് 8 മണിയാകുമ്പോ പുറപ്പെട്ടിട്ടാ. അവിടെ എത്തിയതിന്റെ എക്സൈറ്റ്മെന്റ് ആണ് ഈ കാണുന്നത്. 1-2 റീൽ എടുക്കാനുള്ള തന്ത്രപ്പാടാട്ടാ ഈ കാണുന്നത്. പിന്നെ നമ്മള് കുട്ടികളെ എല്ലാരും പ്ലേ ഏരിയയിലാക്കിയിട്ടാ. സത്യം പറയാലോ ഗൈസ്, ഇത് കുട്ടികളെ പ്ലേ പാർക്ക് ആണെങ്കിലും നമ്മളും അവരെ കൂടെ തന്നെ എൻജോയ് ചെയ്തിട്ടാ. അവരെല്ലാ റൈഡ്സിലും മാക്സിമം നമ്മളും കയറിയിട്ടുണ്ടായിരുന്നു. നമുക്കും കൂടി എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള റൈഡ് തന്നെയാട്ടാ ഇവിടെ ഉണ്ടായിരുന്നത്. സോ അത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു. അതിനുശേഷം ഈ പാട്ടല്ലേ, പുലരിക്കിണ്ണം പൊന്നിൽ മുക്കി നിൽക്കുക, പാടാൻ അറിയില്ല, ഞാൻ പാടിയ കഥ പോലെ ഉണ്ടാവും, അതുകൊണ്ടാണ് പാടാത്തെ. അപ്പോൾ ആ പാട്ടിന്റെ റീലെടുക്കാനുള്ള വ്യഗ്രതയാട്ടോ ഇവിടെ കാണുന്നത്. മാക്സിമം കൊളാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് എന്റെ പൊന്നും അവിടെ പോയാൽ എന്തായാലും കയറേണ്ട ഒരു റൈഡായിരുന്നു. ഇപ്പൊ ഇതിന് മുന്നേ നിങ്ങൾ കണ്ടത് ജഗട അങ്ങനെ എന്തോ ആണ് അതിന്റെ പേര്, ടഗട ജഗട അല്ല ടഗട, അങ്ങനെ എന്തോ അതിന്റെ പേരുണ്ടായിരുന്നത്. അയ്യോ സൂപ്പർ സാധനമായിരുന്നു, അടിപൊളി. നമ്മൾ 2 വട്ടം അതിൽ കയറി. പിന്നെ അവിടെയുള്ള കുട്ടിയൊക്കെ കയറേണ്ടതും അങ്ങനെയുള്ള എല്ലാ റൈഡും നമ്മളും അവരെ കൂടെ തന്നെ കയറി എൻജോയ് ചെയ്തിട്ടുണ്ടായിന്. പിന്നെ ഉച്ചക്ക് നല്ല ചിക്കൻ ബിരിയാണിയാണ് കഴിച്ചത്. അതിനുശേഷം നമ്മൾ നേരെ DJക്കാണ് പോയത്. അവർ നല്ല അടിപൊളി DJ സോങ്സ് വെച്ചത് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടിച്ച് പൊളിച്ചു തന്നെ ഗൈസ് പറയാം, അടിച്ചു പൊളിച്ചു. ഞങ്ങള് ഈ കാണുന്ന ട്രെയിനില്ലേ, ഇതിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഈ പാർക്ക് ആക്റ്റീവ് പ്ലാൻ എന്ന് പറഞ്ഞാൽ വലിയ ബിഗ്ഗസ്റ്റ് പാർക്കാണല്ലോ. ഇത് മൊത്തം നമുക്ക് നടന്ന് കാണാൻ തന്നെ സത്യം പറഞ്ഞാൽ രാവിലെ തൊട്ട് ഉച്ചവരെ വേണം. അപ്പം അത് മൊത്തം ഈ ഒരു ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് മൊത്തം അവർ കാണിച്ചു തരും കേട്ടാ. നല്ല രസം. പിന്നെ നമ്മൾ കയറി ഇതാട്ടോ, നമ്മൾ ഈ കിണറ്റിന്ന് വെള്ളം വലിക്കുന്ന പോലെ ആ കയറ് വലിച്ചാലേ മേലോട്ടേക്ക് പോകുള്ളൂ. എന്റെ പൊന്നോ, ഞാൻ സത്യം പറഞ്ഞാൽ കണ്ണടച്ച് നിന്നിനെ. എനിക്ക് മേളിലോട്ടേക്ക് പോകുമ്പോ നല്ല പേടിയാ. പക്ഷെ എന്റെ കൂടെയുള്ള എന്റെ ഫ്രണ്ടിന് ഒരു പേടിയില്ല. ഓള് നല്ല ഈസി ആയിട്ട് പിടിച്ചു. നമ്മള് ക്രിസ്മസിന്റെ അന്നായിരുന്നേ പോയിരുന്നത്. ഇപ്പൊ വീഡിയോ ഇടാൻ ലേറ്റ് ആയി പോയതാണ്. അപ്പൊ അന്ന് അവിടെ സാൻഡേ ഉണ്ടായിരുന്നു, അതുപോലെ അവിടെ ആഫ്രിക്കക്കാരെ പ്രത്യേക പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെയായിരുന്നു, കണ്ടിരിക്കാൻ പറ്റിയ സംഭവമായിരുന്നേ അത്. നമ്മളെല്ലാരും അവരെ കൂടെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നേ. മാവില് പോയ നമ്മള് പിന്നെ അവിടുന്ന് ഇറങ്ങുന്നത് നൈറ്റ് ആട്ടാ. നമ്മൾ ഇറങ്ങി അത്രയും ടയേർഡായിരുന്നു, പക്ഷെ ഡാൻസിന് ഒരു കുറവും ഉണ്ടായിട്ടില്ല. വൈബായിരുന്നു മക്കളെ. എല്ലാരും നല്ല ഇഷ്ടപ്പെട്ട പാട്ട് വെച്ച് നല്ല ഇഷ്ടം പോലെ തുള്ളീനെ. അതിന് ശേഷം നമ്മൾ നേരെ ഒരു തട്ടുകടയിൽ ഇറങ്ങി നല്ല ഫുഡും ചായയും ഒക്കെ അടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നേ. നല്ല വിശപ്പുണ്ടായിരുന്നു എല്ലാവർക്കും. നല്ല അടിപൊളി ഡേ ആയിരുന്നു ഇന്ന്.